മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒരുതരം വൈറസ് രോഗമാണ്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവണുണ്ട്. അപ്പം ഈ രോഗം ബാധിച്ചിട്ടുള്ള താമരകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ച് അവരെ രക്ഷിച്ചെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, കേശൂസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ താമരകൾക്ക് ബാധിച്ചിരിക്കുന്ന മൊസൈക്ക് രോഗത്തിന് ഒരു പ്രതിവിധിയായിട്ട് മാജിക് ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ താമരകളിലേക്കും ആ രോഗം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് ഉപയോഗിച്ചാലേ നമുക്ക് നമ്മുടെ താമരകളെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കണേ, ഇതിൻ്റെ അളവ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ എന്നെല്ലാം നമുക്ക് നോക്കാം. മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒരുതരം വൈറസ് രോഗമാണ്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവണുണ്ട്. ഇതിപ്പോൾ ഇലകളുടെ അടിയിൽ ഇങ്ങനെ പാടുകൾ പോലെ വരും. പിന്നെ തണ്ടിലേക്ക് കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ തണ്ടിൻ്റെ അറ്റം ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട്. അത് സെയിം അതേ അവസ്ഥ തന്നെയാണ് മൊട്ടുകൾക്കും വന്നത്. മൊട്ടുകളുള്ള തണ്ടും ഇതേപോലെ കറുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് മാജിക് എന്ന് പറഞ്ഞ മരുന്ന്. ഇതെല്ലാ വളക്കടകളിലും വാങ്ങാൻ കിട്ടും. 80 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കണേ എങ്ങനെയെന്ന് നോക്കാം. ഇത് ഒരടപ്പ്, ഇതിൻ്റെ ഈ ഒരടപ്പ് മരുന്ന് നമ്മൾ മാജിക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരടപ്പ് മരുന്ന്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ടബുകളാണുള്ളെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടത് 2 ml എടുക്കുകയാണെങ്കിൽ 2 ml 3 ലിറ്റർ വെള്ളം ആ ഒരു അളവിലെടുത്തിട്ട് നമുക്ക് ഒഴിക്കാം. നമുക്ക് കൂടുതൽ ടബുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒരടപ്പ് എടുക്കുക, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. നമുക്കിപ്പോൾ എല്ലാത്തിലും ഒഴിക്കാനായിട്ട് അത് തികയും. ഇത് വെള്ളത്തിലേക്ക് ഒഴിക്കണേ കേട്ടോ. നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇലകളിൽ സ്പ്രേയർ ഉപയോഗിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുക. അതുപോലെ കുറച്ച് വെള്ളത്തിലും സ്പ്രേ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം മഴ സമയം ആയത് കാരണം എല്ലാ ടബും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ആ മരുന്നിൻ്റെ അത് വെള്ളത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മാജിക് അപ്ലൈ ചെയ്യണേക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ആ രോഗം ബാധിച്ച ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന് ശേഷം ബാക്കിയുള്ള ഇലകളിൽ ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ എല്ലാത്തിലും സ്റ്റാൻഡിങ് ലീഫിലും മുട്ടുള്ളത് കാരണം അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ അല്ലാതെ തന്നെ അപ്ലൈ ചെയ്യണേണ് ഇലകളിൽ. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക്. മൊസൈക്ക് രോഗം ശരിക്കും വന്നത് നമ്മളുടെ മണ്ണിൻ്റെ വളത്തിൻ്റെ അംശം കുറയുമ്പോൾ, നമ്മൾ ഉപയോഗിച്ച മണ്ണ് തന്നെ നമ്മളിപ്പോൾ ഒരു ടബിൽ ഫസ്റ്റ് നടുമ്പോൾ ഉപയോഗിക്കുന്ന മണ്ണ് തന്നെ നമ്മൾ കൂടുതൽ നാൾ ഉപയോഗിക്കുമ്പോഴത്തേന് ആ മണ്ണിനുള്ള വളത്തിൻ്റെ അളവും ആ മണ്ണിൻ്റെ ഗുണമെല്ലാം കുറഞ്ഞു വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ മണ്ണിൻ്റെ വളം എടുത്തിട്ടാണുള്ള ചെടികൾ വളരുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ആ മണ്ണിന് വളം കുറഞ്ഞു വരും. നമ്മൾ എക്സ്ട്രാ വളം ഇട്ട് കൊടുക്കുന്നുണ്ട്, NPK ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ മണ്ണിന് ഉള്ള വളക്കൂറ് കുറഞ്ഞു വരുമ്പോൾ ആണ് ഈ രോഗം വന്നത്. പിന്നെ നമ്മുടെ മണ്ണിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയണതും ഈ രോഗത്തിന് മറ്റൊരു കാരണമാണ്. അപ്പോൾ പൊട്ടാസ്യം കണ്ടൻ്റ് ഉള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതും ഈ രോഗത്തിൽ നിന്ന് ചെടീനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മാജിക് അപ്ലൈ ചെയ്തതിന് ശേഷം NPK വെച്ച് കൊടുക്കുക. കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ NPK വെക്കൂലേ, 15 ദിവസം കൂടുമ്പോഴാണ് NPK വെക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മണ്ണിലേക്ക് ആവശ്യത്തിനുള്ള വളത്തിൻ്റെ അളവ് കിട്ടുമ്പോഴേക്കും പതുക്കെ ഈ രോഗത്തിൽ നിന്ന് ചെടീനെ നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3-ാമത്തെ ഇലകൾ,
ഫസ്റ്റ് ആ വന്ന ഇലകൾ വന്ന് കഴിഞ്ഞ് പിന്നെ പുതിയ ഇലകൾ വന്ന് അങ്ങനെ 3ാമത്തെ ഇല വരുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ട് മാറിയിട്ടുള്ള ഇലകളായിരിക്കും പിന്നീട് വരുന്നത്. ഇത് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടി വരാൻ സാധ്യതയില്ല. അത് പൂർണ്ണമായിട്ടും വിട്ട് മാറാനാണ് ചാൻസ്. അഥവാ 2ാമതും കൂടി വന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. മൊസൈക്ക് രോഗം ബാധിച്ച ചെടികൾ അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് എല്ലാ ചെടികളിലേക്കും സ്പ്രെഡ് ആവും. ഇത് താമരയ്ക്ക് മാത്രമല്ല ആമ്പലുകൾക്കും മറ്റു ചെടികൾക്കും എല്ലാം ഈ രോഗം ബാധിച്ചു വരുന്നുണ്ട്. ഈ രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള മരുന്ന് മാജിക് വാങ്ങിച്ച് എല്ലാവരും അപ്ലൈ ചെയ്യുക. മാജിക് കൂടാതെ വേറെ പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലുള്ള മരുന്നുകളും വിപണിയിലുണ്ടെന്ന് തോന്നുന്നു, വളക്കടകളിലൊക്കെ അവൈലബിൾ ആണ്. മാജിക്കാണ് പൊതുവെ കൂടുതൽ എല്ലാവരും ഉപയോഗിച്ചു വരുന്നത്. അതിന് ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കേശൂസ് ഗാർഡനിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.